2002 ഫെബ്രുവരി 27 ഒരു സാധാരണ രാവിലെ ഗുജറാത്തിലെ ഒരു ചെറിയ പട്ടണം. പേര് ഗോദ്ര. പുലർച്ചെ സമയം. സാബർമതി എക്സ്പ്രസ് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അയോധ്യയിലേക്ക് തിരിക്കാൻ തുടങ്ങുന്ന സമയമായിരുന്നു അത്. ട്രെയിനിനുള്ളിലെ കാഴ്ച: ചിലർ ഉറക്കത്തിൽ, ചിലർ ചായ കുടിച്ച് സംസാരിക്കുന്നു, ചിലർ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നു. അവർ അറിഞ്ഞിരുന്നില്ല അടുത്ത 10 മിനിറ്റ് അവരുടെ ജീവൻ ചരിത്ര പുസ്തകങ്ങൾ മാറ്റിമറിക്കുമെന്ന്. ഗോധാര റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്നാണ് ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ചെറിയ തർക്കങ്ങൾ, ആക്രോശം. ആരോ മനഃപൂർവ്വം എന്തോ തീരുമാനിച്ച പോലെയുള്ള പ്രവൃത്തികളാണ് അവിടെ ഉണ്ടായത്. പെട്ടെന്നൊരു കല്ല് ട്രെയിൻ ബോഗിയിൽ വന്നു പതിച്ചു. എന്തോ വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നതിൻ്റെ വലിയൊരു സൂചന ആയിരുന്നുവെന്ന് അതിലെ യാത്രക്കാരറിഞ്ഞിരുന്നില്ല. ട്രെയിനിനുള്ളിൽ ആകെ ഭീതി പടർന്നു. ട്രെയിൻ ബോഗികൾക്കുള്ളിൽ ജനങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി. എന്താണ് നടക്കുന്നത്? ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ അവിടെ നടന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കലാപമായിരുന്നു. പെട്ടെന്ന് തീ ആളി പടരാൻ തുടങ്ങി. ഒരു ബോഗിയിലെ S6 കോച്ച് ഒരു തീ ഗോളമായി മാറി. അവിടെ പൊലിഞ്ഞ ജീവൻ 59 പേര്. കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായ മനുഷ്യർ എല്ലാവരും തന്നെ ആ തീയിൽ വെന്തു മരിച്ചു. 59 ഇതൊരു സംഖ്യ മാത്രമല്ല, 59 കുടുംബങ്ങളുടെ ലോകം തകർന്ന നിമിഷം. ഒരു രാജ്യത്തിന്റെ സമാധാനമാണ് അവിടെ കത്തിയെരിഞ്ഞത്. ആ വാർത്ത ലോകം മുഴുവൻ പടർന്നു. പക്ഷേ ഈ സംഭവം ഗുജറാത്തിലുള്ളവരെ ദുഃഖത്തിലേക്കല്ല എത്തിച്ചത്, അവർക്കിടയിലെ കടുത്ത പകയിലേക്കാണ്. അടുത്ത ദിവസങ്ങളിൽ ഗുജറാത്തിലെ പല പ്രദേശത്തും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. വീടുകൾ കത്തി, മനുഷ്യർ മരിച്ചു. ഒഫീഷ്യൽ ഫിഗേഴ്സ്: 1000-ൽ കൂടുതൽ പേർ മരിച്ചു. അനവധി പേർ വീടില്ലാതെയായി. ഇതൊരു സംഭവം മാത്രമല്ലായിരുന്നു, ഒരു സമൂഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ കുത്തിയ മുറിവായിരുന്നു അത്. ഇത് അപകടമോ അല്ലെങ്കിൽ ആസൂത്രിത ആക്രമണമോ? വർഷങ്ങളോളം അന്വേഷണം, നാനാവധി കമ്മീഷൻ റിപ്പോർട്ട്, കോടതി വിചാരണകൾ. ചിലർ ശിക്ഷിക്കപ്പെട്ടു, ചിലരെ വെറുതെ വിട്ടു. പക്ഷെ സത്യം മുഴുവൻ എല്ലാവർക്കും ഒരുപോലെ വിശ്വസിക്കാനായോ? കോടതി വിധികൾ അവസാനിച്ചു, പക്ഷേ ചോദ്യങ്ങൾ അവസാനിച്ചില്ല. ഒരു കുഞ്ഞ് ട്രെയിൻ ജാലകത്തിന് സമീപമിരുന്ന് പുറത്ത് പുക കണ്ടുകൊണ്ട് "അമ്മേ, എന്താണ് അവിടെ തീ കത്തുന്നത്?" എന്ന ആ ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. ഗോദ്ര ഒരു പട്ടണത്തിന്റെ പേര് മാത്രമല്ല, ഒരു മുന്നറിയിപ്പ്, വൈരാഗ്യം. ഒരു തീയാണ്. അതൊരു ബോഗിയിൽ മാത്രം നിൽക്കില്ല, അത് നഗരങ്ങളിലൂടെ പടരും, മനസ്സുകളിലൂടെ പടരും, അവസാനം എല്ലാവരെയും കത്തിക്കും. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യം: തീ കൊളുത്തുന്നത് എളുപ്പമാണ്, അത് അണയ്ക്കുന്നത് ഒരു തലമുറയുടെ ജോലിയാണ്. പക്ഷെ എന്നും ആ ചോദ്യം അവിടെ നിലനിൽക്കുന്നു, ഉത്തരമില്ലാതെ. എന്തിനു വേണ്ടി?